ഇപ്പോൾ ഇവിടെ നമ്മുടെ 4ാമത്തെ ദിവസത്തേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സംഭവ ബഹുലമാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. നമ്മൾ ഇന്നലെ രാത്രി ഒരു സീബ്ര വീഡിയോ വെച്ചായിരുന്നു. അത് കൊണ്ടോ കിട്ടിയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കാരണം രാത്രി കണ്ട് ഞങ്ങൾ തപ്പാൻ നിന്നില്ല. ഭയങ്കര ആനയും ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ നിന്നില്ല. ജസ്റ്റ് നോക്കി എന്നിട്ട് ഞങ്ങൾ പോരുവേ. അപ്പോൾ നമുക്ക് ഇന്ന് പോയിട്ട് നമുക്ക് അതിനെ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളും പോരാ, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം സീബ്ര ഉണ്ടോ ഇല്ലയോ. അപ്പോൾ നമ്മുടെ സീബ്ര കിട്ടിയില്ല നമുക്ക് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ 2 ഗ്രൂപ്പായിട്ട് പിരിഞ്ഞു. കാരണം നമുക്ക് എല്ലാവരും കൊണ്ട് വെടിവെപ്പിക്കണല്ലോ. അപ്പോൾ ഷബീർക്കയും അപ്പുരാജ് കൂടി ഒരു സംഘം പോയി. ഞാനും ജോർജ് ചേട്ടനും വിനീഷ് ചേട്ടനും രാജ് കൂടെ ഞങ്ങൾക്ക് പോയി. ഞങ്ങൾക്ക് പോയ വഴിക്കില്ലേ ഒരു ഇമ്പാലയെ കിട്ടുകയും ചെയ്തു കേട്ടോ. ഒടുക്കത്തെ വിഷമുള്ള ഒരു സ്പൈഡർ. ഇതുകൊണ്ട് നമ്മളെ ഒരു ഇമ്പാലയെ വെടി വെച്ചിട്ട് അതിനെ ട്രാക്ക് ചെയ്യുക. വരുന്ന വഴിക്കെല്ലാം നമുക്ക് ബ്ലഡ് കാണാം. അതുകൊണ്ടോ തെളിതുണ്ടോ നല്ല ബ്ലഡ്. അതുകൊണ്ട് ഇവിടെ ഉണ്ട് ഫുൾ ബ്ലഡാണ്. നമ്മുടെ ട്രാക്കർ ചേട്ടന്മാർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ആ കിട്ടി കിട്ടി. വാടാ. ഇപ്പാലെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ഇപ്പാലെ കിട്ടിയിരിക്കുന്നു. രാജനോ വാ. Oh, bro, good shot. Oh, beautiful. Oh. ആഫ്രിക്ക വന്നിട്ട് നമ്മുടെ ആദ്യത്തെ മൃഗമല്ലേ അതെ. ഇത് നമ്മുടെ വിജയം, നമ്മുടെ വിജയം. അങ്ങനെ നമുക്കൊരു സൂപ്പർ ആഫ്രിക്കൻ ഇമ്പാല ഫ്രം ആഫ്രിക്കൻ ബുഷ്. ബ്യൂട്ടിഫുൾ സൂപ്പർ സാധനം എന്തൊക്കെ. It's a perfect shot, right? ജസ്റ്റ് ഇച്ചിരി ഫ്രണ്ടിലേക്ക് വന്നേക്കാം. നമ്മുടെ സാധനത്തെ കാട്ടിൽ നമ്മൾ കൊണ്ടുപോകാടോ. നമ്മുടെ ചേട്ടന്മാർ വന്ന് എടുത്തോട്ട് പോവാണ്. സൂപ്പർ ആഫ്രിക്കൻ ഇമ്പാല, ഏറ്റവും ടേസ്റ്റ് ഉള്ള മീറ്റാ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇമ്പാലയായിട്ട് നമ്മൾ തിരിച്ചെത്തി. എല്ലാവർക്കും ഒരു സന്തോഷമായി. കാരണം നമ്മൾ ഇച്ചിരി ഒരു ഡാർക്ക് സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു ഹണ്ടിങ്ങിൻ്റെ. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ആ ഒരു സ്പൈക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച് റെഡിയാക്കിയിരിക്കുകയാണ്. ഇനി ഉച്ച കഴിഞ്ഞ് വെട്ടുകിളികളും കാട്ടുതേനും പരിപാടിയാണ്. അന്യ ഹണ്ടിങ്. അവരാണെങ്കിൽ എന്താ ഇമ്പാലനൊക്കെ അടിച്ചിട്ടാണോ വരുന്നത് കേട്ടോ. അടിച്ചോ രാജേട്ടൻ അടിച്ചു.
അകത്ത് നടന്നു മേടിച്ചോ? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളോടൊപ്പം ആഫ്രിക്കയിൽ ഹണ്ട് ചെയ്യാനുള്ള അവസരത്തിൻ്റെ കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. 7 ദിവസം നീണ്ടിരിക്കുന്ന അതിഗംഭീരമായ പരിപാടികൾ സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൊണ്ട് നമ്മൾ വെടിവെപ്പിച്ചിരിക്കും. വരുന്നവരെല്ലാവരെ കൊണ്ട് റൈഫിൾ ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾ തോക്ക് യൂസ് ചെയ്തെന്നുള്ള പേടിക്കേണ്ട, നമ്മൾ വെടിവെപ്പിക്കും കേട്ടോ. അതിനാണ് നമുക്ക് 7 ദിവസം സമയമുള്ളത്. അപ്പം ആ ഹണ്ടിങ് നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ നേരെ നമ്മളെ കോൺടാക്ട് ചെയ്യുക, ഈ നമ്പർ കോൺടാക്ട് ചെയ്യുക. ഹണ്ടിങ് കേട്ടോ, നമുക്ക് തകർക്കും ആഫ്രിക്കയിൽ. അപ്പം നമ്മൾ രാവിലെ തൊട്ട് നടന്നു. നമുക്ക് ഒരൊറ്റ മൃഗത്തെ കിട്ടിയുള്ളൂ. വേറൊരു മൃഗത്തെ നമ്മൾ കണ്ടു, ഷോട്ട് എടുത്തു. ഞാൻ ഷോട്ട് എടുത്ത് കിട്ടിയില്ല. ഇനി നമുക്ക് വേറെ മൃഗങ്ങളെ അടിക്കണം. വൈകിട്ട് ഞങ്ങൾ പോയി ഇരിക്കാൻ പോകും കുളത്തിൻ്റെ അവിടെ. ഈ സൈഡിലെ കുറച്ച് മൃഗങ്ങളുണ്ട്, അതിലടിക്കാനായിട്ട് ഇവർ ഇങ്ങോട്ട് പോകും, നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ എത്രമാത്രം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ പറ്റുന്നവർ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇതേ വെടി വെച്ചിട്ട് ആഫ്രിക്കൻ കാട്ടിമ്പാലയുടെ ഹൃദയമല്ല ലിവർ ഫ്രൈ അടിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇൻഡോ ആഫ്രിക്കൻ മസാല അടിക്കാൻ പോകുന്നത്. ഇത് അടിച്ച് കഴിയുമ്പോൾ വേറെ ലെവലായി. അപ്പോൾ ഗായ്സ് നമ്മളിത് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. എന്നിട്ട് നമ്മളിനി ഒരു ഇമ്പാലനെ വെച്ച് ഇമ്പാലയുടെ ലിവർ ഫ്രൈ അടിക്കാനുള്ള പരിപാടി ഇത് മാലിയാൾട്ടറാണെങ്കിൽ ഇവിടെ അതിൻ്റെ തട്ടുകട സെറ്റപ്പിൽ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല്ലേ ഇമ്പാലയാണ്. ഇമ്പാലയുടെ മെയിൻ ലിവർ. ഈ സാധനം പിടിച്ച് നല്ല ചൂടോടെയുള്ള ലിവറായിരുന്നു. ഇത് നമ്മുടെ ആഫ്രിക്കൻ സ്പൈസും നമ്മുടെ ഇന്ത്യൻ സ്പൈസും അവിടെ മിക്സ് ചെയ്തിട്ടില്ലേ നമ്മൾ ഫുൾ അങ്ങോട്ട് തിരുമ്മി വയ്ക്കും. അടിച്ച് നാരങ്ങയിലിട്ട് നല്ല വെളിച്ചെണ്ണയിലിട്ട് ഇപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാം. അത് ആഫ്രിക്കയിൽ മാത്രം കിട്ടുന്ന ഇമ്പാല ലിവർ ഫ്രൈ. സബോള നല്ല നമ്മുടെ ഇന്ത്യൻ സ്പൈസും ആഫ്രിക്കൻ സ്പൈസസും ഒന്നിച്ചുള്ള മിക്സിങ് ആട്ടോ. ഇൻഡോ ആഫ്രിക്കൻ സ്പൈസ്. അതെ, ഇന്നാണെങ്കിൽ ഇവിടുത്തെ ആഫ്രിക്കക്കാർ വരെ ഞെട്ടിപ്പോവും. ആഫ്രിക്കൻ സ്പൈസും ഇമ്പാലയുടെ ലിവറിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടോ എന്ന് ഓർക്കും. അയ്യോ എൻ്റെ പൊന്നെ, നമുക്ക് സാധനമാണ്. ഈ സാധനമൊക്കെ അടിച്ച് ഞണ്ടോ നമുക്ക് രണ്ട് പറ ചോറുണ്ടാവും. അമ്മാതിരി ഐറ്റം ആണ് കേട്ടോ. നമ്മളാണെങ്കിൽ സൂപ്പർ ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉച്ചയ്ക്കാണെങ്കിൽ എല്ലാവരും കൂടെ ഒന്ന് ഫുഡ് കഴിക്കാനൊക്കെ വന്നേക്കുക. അപ്പോൾ ആ സമയത്താണ് നമുക്ക് നമ്മുടെ മാലിയാട്ടറാണെങ്കിൽ നല്ല വെടിന്തീർ ഇമ്പാല ഫ്രൈ നല്ല ടച്ചിങ്സ് ആയിട്ട് കഴിക്കാം. നല്ല കുത്തിരിച്ചോറിന് കഴിക്കാം. പിന്നെ നമ്മുടെ ആഫ്രിക്കൻ ഫുഡിനോട് കഴിക്കാം. അതെ, ആഫ്രിക്കൻ ഫുഡ് ഇവിടെ നമുക്ക് ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിയാൻ നേരത്ത് ആ കൂടെ തന്നെ നമുക്ക് ലഞ്ചെല്ലാം റെഡിയാണല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് നല്ല സൂപ്പർ ഫുഡാണ്. നമ്മുടെ ഈലൻഡിൻ്റെ വാരിയലിൽ ചുട്ടതും പിന്നെ കുറച്ച് സലാഡ്, എഗ്ഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ലിവറും ഉണ്ടല്ലോ. അപ്പോൾ അതാണ് നല്ല തണുത്ത ബിയർ. പണി ഇങ്ങനെ വെയിൽന്ന് വന്ന നേരത്തെ ചീസ്. അപ്പോൾ നമ്മുടെ ഇമ്പാലയൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ടിജു ബ്രോയും രായ്ച്ചറിനെ കൂടി വേറൊരു സ്ഥലത്തേക്ക് ട്രാക്ക് ചെയ്യാൻ പോയി. അങ്ങനെ ടിജു ബ്രോ ജീവിതത്തിലെ ആദ്യത്തെ പുള്ളിയുടെ ഇമ്പാലയെ അടിക്കുകയും ചെയ്തു കേട്ടോ. അതൊരു ഭയങ്കര മൂമെൻ്റ് ആയിരുന്നു പുള്ളിയെ സംബന്ധിച്ച്. അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ടിജു ബ്രോ വന്നിട്ട് ഞങ്ങളാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ നടന്ന് ഒരു രക്ഷയില്ലായിരുന്നു. സാധനത്തിന് അങ്ങനെ അവസാനം നമ്മുടെ എല്ലാവരുടെ പരിശ്രമം കൊണ്ട് സംഭവത്തിന് ഒറ്റ അടിക്ക് സാധനം വീഴ്ത്തിയിട്ടുണ്ട്. ടിജു ബ്രോ ഒറ്റ ഒരു ഉണ്ട കൊണ്ടായിരുന്നു, ഒരു ഉണ്ട അതുകൊണ്ടായിരുന്നു തൂക്കിനകത്ത്. അതെ, അത്ര നടന്നിട്ട് നമുക്ക് കിട്ടിയതേ സംഗതി ഇമ്പാല. ഇതാട്ടോ ഇവിടുത്തെ ആഫ്രിക്കൻ ഇമ്പാല. അപ്പോൾ ടിജു ബ്രോ അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ സംഭവത്തിന് അവസാനം സാധനം കിട്ടി. വെൽഡൻ, സംഭവം അടിപൊളി. രാജേട്ടൻ തങ്കച്ചായ, അവസാനം ഇവിടെ ആഫ്രിക്ക വന്നിട്ട് ഒരു ഇമ്പാലയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയല്ലേ? നമ്മൾ ടി വിക്കകത്തൊക്കെ മാത്രം കാണുകൊണ്ടിരുന്ന ഇമ്പാല, ആഫ്രിക്കയിലെ ഇമ്പാലയുടെ അടുത്ത് തൂക്കും പിടിച്ചതേ നമ്മുടെ തങ്കച്ചായ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടിജു ബ്രോയും നമ്മുടെ മൈക്കിളും കൂടി സാധനത്തിന് എത്തിക്കാൻ പോകട്ടെ മേളിലേക്ക്. ഇനി നമുക്ക് ഇവനെയും കൊണ്ട് പോകണം മേളിലേക്ക്. സാധനം മേളിൽ എത്തിച്ചിട്ട് വേണം നമുക്ക് ഇവനെ ക്ലീൻ ചെയ്ത് നമുക്ക് ഇന്ന് ഇവൻ്റെ റോസ്റ്റ് അടിക്കാം.
അപ്പോൾ ഗായ്സ് ഞങ്ങളാണെങ്കിൽ നമ്മുടെ ടിജിപ്രോ അടിച്ച ബാലാൻ അവിടെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും നമ്മുടെ ഈ വണ്ടിയിൽ എല്ലാവരും കൂടി ഒന്നും കൂടെ ഇറങ്ങിയേക്കുക. അങ്ങനെ കുലുക്കാട്ടോ, സാധാരണ വണ്ടിയല്ല. വണ്ടിയിൽ ഇങ്ങനെ പോവാ. സൈഡിലാണെങ്കിൽ പുഴ തൊട്ട് സൈഡിൽ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഇതിലേ പോയിട്ട് വെള്ളം അടിക്കാൻ പറ്റും നോക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ പോവാ. ഈ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അടിച്ച് വൈകുന്നേരം ആകുമ്പോൾ അതും വറുത്ത് അടിച്ച് ഇങ്ങനെയൊക്കെ നടക്കാനായിട്ട് എന്നാ രസമെന്നറിയാമോ? അപ്പോൾ അവിടെ ആണെങ്കിൽ ഒരു ചെറിയ കിളി നിൽപ്പുണ്ട് കേട്ടോ. പ്രാവാണോ? ഇത് അവിടെ കാണാൻ പറ്റുന്ന അറിയില്ല. അത് തന്നെ നമ്മൾ ഷിബീറൊക്കെ ഒരു ട്രൈ ചെയ്യാൻ പോകട്ടോ. ഷിബീറൊക്കെ പൊട്ടിച്ചോ? ഷിബീർക്ക് അതെ അവിടെ ഒരു സാധനം ലൈങ്കിമ്പിടെ മുള്ളിരിപ്പുണ്ട്. അതിനടിക്കാൻ നോക്കാം കേട്ടോ. ഓ അടിപൊളി അടിപൊളി അടിപൊളി. അല്ലട്ടാ അടിപൊളി വെട്ടുകിളി. അതാരം മയിലെണ്ണ മാറിയതേ വെട്ടുകിളിനായിട്ട് വരാറ്. ഇന്ന് രാത്രി ഒരു പൊളിച്ചൊരു അടിയുണ്ട്. പലതരം ഇതിലൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇതുപോലെ പലതരം പക്ഷികളെ മൃഗങ്ങളൊക്കെ അടിക്കുക. ഇതൊക്കെ ഒരു രസമല്ല. നോക്കിയത് കണ്ടോ, ഇതെന്നാ സാധനം കേട്ടോ. ഇതോടെ സാധനം കിളി. അയ്യോ, വാട്ട് ഇസ് ദ നെയിം? പിജിയൻ. പീച്ച്. ഇത് പ്രാവനാട്ടോ. ചെറിയ പ്രാവ് കേട്ടോ. ബ്യൂട്ടി. രണ്ടാമത്തെ വീണ്ടും ഒരു പ്രാവ് കൂടിയിരിപ്പുണ്ട് കേട്ടോ. അടിക്കാൻ പറ്റുന്നത്. കുഴപ്പമില്ല. അങ്ങനെ ടിജിപ്രോ ഇംബാലയ്ക്ക് ശേഷം അടുത്ത വെട്ടുകിളിനെ അടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി വെട്ടുകിളി ഫ്രൈ. അപ്പോഴത്തേ നമ്മുടെ ടിജിപ്രോ അടിച്ചിട്ട് പ്രാവിനെടുക്കാനായിട്ട് ഷിബീറയ്ക്ക് നമ്മുടെ ടിജിപ്രോവിനെ പോകുന്നുണ്ട്. രസം നിൽക്കുന്നത് ഈ സൈഡിൽ ഒരു സൺസെറ്റ് നടക്കുന്നു. അതിൻ്റെ തൊട്ട് താഴേക്കടെ വെടിവെപ്പ്. കിട്ടിയോ? And baboons, anything, but now it's wet season. It's നമ്മുടെ രണ്ടാമത്തെ June, July, August. രണ്ടാമത്തെ നമ്മുടെ പ്രാവിനെയായിട്ടത് ടിജിപ്രോ. That is much better. ഇത്ര ചെറിയ ടാർഗറ്റിനെ അടിച്ചിടാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് It's a different type. It's not the same as the other one. അടിച്ചിട്ടേ It's a ring neck. ഇതാട്ടോ സാധനം. ചെറിയൊരു പിജിയൻ. ബ്യൂട്ടി. അതും ലങ്സിൻ്റെ അടിച്ചോ. ഇത് കറക്റ്റ് ചെയ്യുന്ന പ്രാവ് ഫ്രൈ. ഓക്കെ, ലെറ്റ്സ് ഗോ. ബ്യൂട്ടി. അപ്പച്ചൻ്റെ ഫാം ആട്ടോ. അപ്പച്ചനാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മുടെ നാരകവും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല അവിടെയൊക്കെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഒരു മല. തൊട്ട് താഴെയാണെങ്കിൽ നല്ല വിശാലമായ പാടം. ഈ സമയത്ത് ഇതിലെ പോകാൻ നല്ല രസമല്ലേ? അല്ലേട്ടാ, ഇതിലെ പോകാൻ രസമല്ലേ ഈ സമയത്ത് അല്ലേ? നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഉണ്ടോ എന്തോരം കണ്ടവും പാടവും ഉണ്ടായിരുന്നു. ഇപ്പോഴേക്ക് ആഫ്രിക്കയിൽ ഇപ്പോഴും ഒരു 25 വർഷം പുറകോട്ടാണ് നമ്മുടെ ആഫ്രിക്കയിലെ. എല്ലാവരും ഒരു ആഫ്രിക്ക കാണുക. അതെ, നല്ല സ്ഥലത്തെ ഇത്ര മനോരമ കാഴ്ചകളൊക്കെ അല്ലേ? ഇങ്ങനെ വണ്ടിയിലൊക്കെ പോയി 2 കിളീനൊക്കെ അടിക്കുക. നമ്മള് ഇതിനെ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ചിന്തിച്ചോണ്ടിരിക്കും. അതെ, ചെയ്യുക. ജീവിതത്തിലാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ശരീരം ആക്റ്റീവ് ആയ സമയത്ത് അങ്ങ് ചെയ്തേക്കണം. ഇതൊക്കെ ഇഷ്ടമുള്ള സമയത്ത് പ്രായമാവും, അതെ, പല അസുഖങ്ങൾ വരും. എൻജോയ്. കാണാം. അതെ, നമുക്ക് നോക്കാം. അതിന് സൗണ്ട് കേട്ടായിരുന്നു അല്ലേ? ഇവിടെ നോക്കാൻ നല്ലൊരു വ്യൂ കേട്ടോ. നല്ല മൊട്ടത്തലയും അവിടെ സൈഡിലും. അവിടെ ആണെങ്കിൽ ഒരു നല്ലൊരു ഇച്ചിരി വലിയ കിളിയുണ്ട് കേട്ടോ. ചെറിയ കോഴി പോലെ സാധനം. കുളക്കോഴി കേട്ടോ.
സൂപ്പർ അടിപൊളി സാധനം. അത് കൊള്ളാം. ഇപ്പൊ രാത്രിത്തേക്കുള്ള കോഴി ഫ്രൈ കൂടെ കാട ഫ്രൈ ഷെബീർക്കയുടെ സന്തോഷം. അയ്യോ, രാത്രിത്തേക്കുള്ള കാട ഫ്രൈ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷെബീർക്ക. ഓ അതല്ല വെല്ലുവിളി കേട്ടോ, സൂപ്പർ ആണ്. കാട പോലത്തെ അല്ലേ? You see, this is a male. It's a male. You can see that thing has got that a spoor. Like when you know cockfighting, Yeah. they use this to kill each other. It's a Natal pheasant. Told you you're going to get hungry tonight. Ew, Now you make a സാധനം plan. പിന്നെ രസം നോക്കിയാ എൻ്റെ ചിറകും. This meat is good. Like Yeah, it's very nice. very nice. Enjoy the nature. അതെ, നമ്മുടെ എൻജോയ് ദി നേച്ചർ. സൺസെറ്റിന്റെ സമയത്ത് നമ്മൾ വന്ന് കുറെ കിളികളെ അടിക്കുന്നു, പ്രാവിനെ അടിക്കുന്നു. ഓഹ്, എന്തായാലും നമുക്ക് 3 സാധനം കേട്ടോ രാത്രിത്തേക്കുള്ള ടച്ചിങ്സ്. Very good. Yeah. Thank you. Yeah. അതായത് നമ്മുടെ സെയിം സാധനത്തിന് വീണ്ടും ഷിബിർക്ക. Female or no? Female. ഫീമെയിൽ വൺ. But it's still alive. Still alive? Oh, there is this. Nice one. Yeah. Now my ചെറിയ നമ്മുടെ ആണെങ്കിൽ ഒരു കാടപ്പക്ഷിയെ പോലെ ഉണ്ടല്ലേ കാട. നമ്മളാണെങ്കിൽ ഇപ്പോൾ അതേ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് നല്ലൊരു സൺസെറ്റ്. എന്നാ നല്ല കളറാന്ന് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ, നല്ല ചുമന്നിരിക്കും കേട്ടോ. അതിന്റെ താഴെ ചോളം. അതെ, ക്യാമറയ്ക്കകത്ത് അത്ര ഉണ്ടെന്ന് അറിയത്തില്ല. ഈ കാണുന്നത് നമ്മുടെ അപ്പച്ചനെ ആണെങ്കിൽ നാരങ്ങത്തോടാണോ. അപ്പച്ചനാണെങ്കിൽ യൂറോപ്പിലേക്കാണ് എക്സ്പോർട്ടിംഗ് ആണ് പരിപാടി എന്നാണ് പറയുന്നത്. ഒക്കെ വലിയ ഒരു ഫാം തന്നെയാണ് നാരങ്ങയുടെ. ഇപ്പോൾ ആണെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ സമയമായില്ല. അതിനകത്തൊക്കെ ആണെങ്കിൽ ആയി വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പച്ചൻ. പക്ഷെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവരുടെ ആണെങ്കിൽ ഒരു ജീവിതമാർഗം എന്ന് തന്നെ പറയാം. ഇതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഹണ്ടിങ് ഇല്ലാത്ത സമയത്താണെങ്കിലും ഇതുപോലെയുള്ള ഫാമിങ്ങും പരിപാടികളൊക്കെയാണ് ഇവരുടെ മെയിൻ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. ഞങ്ങളിത് ഇപ്പം ഏകദേശം സന്ധ്യയാറായി. നമ്മുടെ പാപ്പൻചേട്ടായി ടീമും വേറെ ദിശയിലേക്ക് പോയി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവർ വരാൻ നേരത്ത് നമുക്ക് മൃഗം ഉണ്ടാവുമോ ഇല്ലെന്ന് അവർ വരാൻ നേരത്ത് നമുക്ക് കാണാം. നമുക്ക് എന്തായാലും ഇനി പോയി നമുക്ക് രാജചേട്ടനെയും നമ്മുടെ തങ്കച്ചൻ ചേട്ടനെയും കൂട്ടി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ എടാ, നിങ്ങൾ വീഡിയോ കാണുമ്പോഴും എല്ലാവരും മെസ്സേജ് അയക്കാറ്, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മെസ്സേജ് അയക്കുന്നവരൊക്കെ പറയാറുണ്ട്, ചേട്ടാ വീഡിയോ ഇച്ചിരി ചെയ്യാൻ പറ്റുമോ, നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ. നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് വീഡിയോ എടുക്കലല്ല. നമ്മൾ മെയിനായിട്ട് ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ കൊണ്ട് കണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ അതാണ് നമുക്ക് വീഡിയോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കൂടുതലും അപ്പുരായും ഞാൻ 2 സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ രാഴ്ചയായിട്ട് ഞങ്ങൾ 2 സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് വീഡിയോ അല്ല, നമ്മുടെ മെയിൻ ലക്ഷ്യം വരുന്നവരെ കൊണ്ട് വെടിവെപ്പിക്കുക എന്നുള്ളൂ. അടുത്ത പ്രാവശ്യം തൊട്ട് നമ്മൾ തോക്കൊക്കെ അടുപ്പിക്കുന്ന ക്യാമറ നമ്മുടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ എല്ലാവരും തന്നെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ സഹകരിക്കുക. താങ്ക് യു. നമ്മൾ രാവിലെ തൊട്ട് നമ്മൾ പല രീതിയിൽ നമ്മൾ അലഞ്ഞു. നമ്മുടെ കോട്ട സീബ്രായും ജിറാഫും ഇവിടെ കിടക്കുക. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ വരേണ്ടി വരും ഇങ്ങോട്ട്. അപ്പം നമ്മുടെ പരിപാടികൾ വൈകിട്ട് നമുക്ക് കുറേ കാട്ടുകിളികളെയും ചെറിയ മൃഗങ്ങളെയൊക്കെ നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇബാലനെ എല്ലാവരും തന്നെ വെടിവെച്ചു. ഇബാലനെ എല്ലാവരും വെടിവെച്ചു. സീബ്രായും ജിറാഫും മാത്രം നമുക്ക് ഒരു ഇതായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം തീർക്കാനായിട്ട് നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് ഹണ്ടിങ് ആണ്. നാളെ തൊട്ട് നമുക്ക് വേറെ ആക്ടിവിറ്റീസൊക്കെയാണ്. അപ്പോൾ അതേ ബാലേട്ടൻ്റെ സ്പെഷ്യൽ കാട്ടുകിളി വറുത്തത് ആയുർവേദ മസാല, നല്ല കാട്ടുകിളികളെ ഉണ്ടല്ലോ നമ്മൾ വറക്കുക. കാട്ടുകിളിനെ അങ്ങാടി മരുന്നിട്ട് 7 തരം പച്ചില, 4 തരം ഹെർബ്, 10 തരം നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം കൂടെ കൂട്ടി അരച്ച് ഒരു നന്നാറി. അതും ആഫ്രിക്കയിലെ പച്ചില. അതായത് ഇതെല്ലാം നമ്മൾ കാട്ടുപച്ചില, അതായത് പറക്കുന്ന എല്ലാ പക്ഷിയും, പറക്കുന്ന 3 പക്ഷിനെ സമാസമം അടിച്ചെടുക്കുക. ഇതൊരു പക്ഷിയല്ല, 4 തരം പക്ഷിയാണ്. 4 തരം പക്ഷികളാണ്. അതിൽ അങ്ങാടി വരുന്നത് ആഫ്രിക്കയിലെ 7 തരം സുഗന്ധ വ്യഞ്ജനങ്ങൾ. ഇത് അടിച്ചാലുണ്ടോ നമ്മൾ പറക്കും കേട്ടോ. അരവച്ച് സമയം എടുക്കും. കാരണം നെയ്യാണല്ലോ. നമ്മുടെ കാട്ടുകിളി നല്ല വിനാഗിരി വെച്ച് ക്ലീൻ ചെയ്യുക. 3 തരം. കാരണം ഇത് ഫുഡ് ഉണ്ടാക്കാനായിട്ട് വെടിവെച്ച ആൾക്കാർ മാത്രമേ ഉള്ളൂ.
നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വെടിവെച്ചിട്ട് ആൾക്കാർക്ക് തന്നെ കുക്ക് ചെയ്ത് നല്ല പക്ഷികളെയും കാട്ടുമൃഗങ്ങളൊക്കെ ഓടുന്ന ഇമ്പാലിനെ വെടിവെച്ചിട്ടാണ്. ഫ്രം നാസിക്. അയ്യോ ആ ചിരിയിലുണ്ട്. ബാക്കി എല്ലാവരും നിന്നതിനായിട്ടാണ് അടിച്ചോട്ടോ. ഇന്ന് ഏറ്റവും വലിയ ഇമ്പാലനെ അടിച്ചത് നമ്മുടെ തിജുബയ്യ. അത് അടിച്ച പൊസിഷൻ നമുക്ക് വീഡിയോ പറയാൻ പറ്റില്ല. അടുത്താണ് അതെ, എല്ലാവിധ നമ്മുടെ ഈ കാട്ടുപക്ഷികളെയും കാട്ടുമൃഗങ്ങളെയും നമുക്കാണെങ്കിൽ അതിന്റെ ആ ഒരു മക്ക് ചുവ മാറ്റാനായിട്ട് ഉള്ള ഐഡിയസ് ആണ്. വിനാഗിരിയും തൈരും ഇട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ അതിന്റെ കൂടെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ കടലമാവ് മിക്സ് ചെയ്താൽ ഏത് മൃഗത്തിന്റെ ഉണ്ടോ പാമ്പിന്റെ വിഷം വരെ മാറും. മൂർക്കം പാമ്പിനെ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കടലമാവിൽ തിരുമി വറുത്ത് കഴിഞ്ഞാൽ അതിന് മൂർക്കമാവ് മാറി ചേരയും മാറും. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരടിക്കുന്ന മൃഗങ്ങളുടെ ഒരു കുറച്ച് ഭാഗം അവരവർ കുക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഇന്ന് ഞങ്ങൾ അടിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഞാനും മൈലണനും 2 ഇമ്പാലയുണ്ട്. അതിന്റെ ലിവർ ഉണ്ട്, ബാക്ക് സ്ട്രാപ്പ് ഉണ്ട്, അതുപോലെ തന്നെ 2 കുളക്കോഴിയുണ്ട്, 2 പ്രാവുണ്ട്. ഇതാണ് എനിക്ക് ഇന്ന് കിട്ടിയത്. ഇമ്പാല എന്ന് പറയുമ്പോൾ സംഭവം നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്കോ വിദേശ ആൾക്കാർക്ക് അറിയില്ല. കാരണം ഇത് ആഫ്രിക്കയിൽ കോണ്ടിൽ, അതായത് ഇരുണ്ട ഭൂഖണ്ഡത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പശുവർഗത്തിന്റെ ഒരു മാൻ വേർഷൻ, അതാണ് ഇമ്പാല. അതിന് ഞാൻ പറയുന്നറിയോ, അതായത് പശു അല്ലത്, എന്നാൽ മാനും അല്ല. ഇത് ഞാൻ ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്ന ഒരു വടക്ക് പശ്ചിമ ഏഷ്യ മാത്രം കിട്ടുന്ന 7 തരം പല വ്യഞ്ജനങ്ങൾ ചേർത്ത് എൻ്റെ രഹസ്യക്കൂട്ട്. ഇത് ഫ്രൈ ആക്കുമല്ല, ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡീപ് ഫ്രൈയും ഗ്രില്ലിൻ്റെ മിക്സ്. അതായത് നമ്മളൊക്കെ വേദോടം കഴിഞ്ഞ് വരുമ്പോൾ ഓരോ വീടുകളിലും നമുക്കൊരു ഇറച്ചിക്കൽ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മണമില്ലേ, അതുപോലെ ആഫ്രിക്കക്കാരുടെ വികാരമാണ് ഈ സാധനം. ഉയ്യോ എന്തോ പറ. 2 ഈ കാട്ടുകോഴിയും ഈ 2 പ്രാവിനെ നമുക്ക് ഡീപ് ഫ്രൈ ആണ് ഡീപ് ഫ്രൈ നമ്മൾ ഇത് വരയുവാട്ടോ. നമ്മളാണെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്തത് നമ്മൾ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് അതിന്റെ എല്ലാ ഫ്ലേവറൊക്കെ കയറാനായിട്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കയിലെ ഈസ്റ്റേൺ പാർട്ടി മാത്രം കാണുന്ന ഒരു തരം പ്രാവ. പ്രത്യേകം പറയാൻ കഴിഞ്ഞാൽ ഈ ലിവർ എന്ന് പറയുന്ന സാധനമുണ്ടോ, ഒത്തിരി നമ്മൾ പ്രഷറിൽ കുക്കറിൽ കുക്ക് ചെയ്യരുത്. അതായത് പാൻ നന്നായിട്ട് ചൂടായ ശേഷം ഏത് എണ്ണ ഒഴിക്കുക, മൈലെണ്ണ ഒഴിക്കാം, നമ്മുടെ കടുകെണ്ണ ഒഴിക്കുക, ഏത് എണ്ണ ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് എടുക്കുക. ഇതിനെ ഒത്തിരി വേവിച്ച് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഫ്ലേവറും കളയരുത്. അതിപ്പോൾ ഇമ്പാല ആയാലും നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒരു ഗിരിരാജ കോഴിയായാലും ശരി. ഇതിൻ്റെ മെയിൻ സീക്രട്ട് റെസിപ്പി നിങ്ങളോട് പറയുവാണ്. പല ആൾക്കാർ വെടിയിറച്ചി ഇടണം. നമ്മൾ ഏത് വെടിയിറച്ചി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ ഏറ്റവും ബ്രാൻഡി. ഇപ്പം ഞാനിപ്പോൾ ആഫ്രിക്കൻ മൃഗം ആയതുകൊണ്ട് ആഫ്രിക്കൻ ബ്രാൻഡി അതിൻ്റെ പേരാ പോലീസ്മാനോ, അതിൻ്റെ പേരാടാ പോലീസ് ചോയ്സ്. അത് സ്വല്പം ബ്രാൻഡി ചേർക്കുക. അറിയോ, ഇത് ഇച്ചിരി മുറ്റല്ല, എന്നാലും ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി. കണ്ടോ കറി കത്തി. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ കത്തോനും ചെറിയ പേടി ഉണ്ടായിരുന്നു, പക്ഷെ അതായത് ഈ കത്തിക്കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ അർത്ഥം ഉണ്ടോ, ആഫ്രിക്കൻ ലിവറിന് ആഫ്രിക്കൻ ബ്രാൻഡി. എന്റെ ദൈവമേ, ഇതുണ്ടോ ഈ ഇറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഫേർട്ടിന്റെ 3 സ്റ്റെപ്പിന്റെ ഫലമാണ്, അധ്വാനത്തിന്റെ ഫലമാണ്. ഇവ ഒരു 10 മണിക്കൂർ നമ്മൾ നടന്നതാണ്. 10 മണിക്കൂർ ഒരു ദിവസത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ 40 മണിക്കൂർ. അതും മറ്റേ കുത്തനെയുള്ള മലകളും അതിന്റെ ഇടയ്ക്ക് നമ്മളെ മറ്റു സാധനം കണ്ടല്ലോ, സവാള ഇടാലോ. നമ്മുടെ കാട്ടുകൾ, അതായത് 4 തരം കാട്ടുകളി. അതായത് ഞാൻ ഇവിടുത്തെ ആദിവാസികൾ ചോദിച്ചപ്പോണ്ടോ, ഈ 4 കിളികളും അവർക്ക് പോലും ആ കിളികളുടെ പേര് അറിയത്തില്ല. 2 കിളികളുടെ പേര് അവർ പറഞ്ഞു. അതായത് കാട്ടുകോഴിയില്ല, കുളക്കോഴി, പിന്നെ വേറെ തരം ഒരു തരം പ്രാവ്. അല്ല, നാട്ടിലെ പ്രാവ് എന്ന് പറയാൻ പറ്റില്ല, അത് ഇവിടുത്തെ ആഫ്രിക്കയിലെ ഒരു. പിന്നെ അതുകൂടാതെ ഒരു പച്ച നിറത്തിലുള്ള ഒരു കിളിയും ഒരു നീല നിറമുള്ള കിളിയും. അതിന്റെ പേര് ആഫ്രിക്കക്കാർക്ക് പോലും അല്ലടാ അപ്രാജേ, ആ കിളി വെച്ചറിയോ, അത് പരദേശി കിളിയാ. ഏതോ ഈ രാജ്യം വിട്ട് സൗത്ത് അമേരിക്കയിൽ നിന്ന് 2 കിളി. മൊസാംബിക്ക് പറയാനല്ല, പരദേശി അറിയോ. ആ കിളി ഇവിടെ പറഞ്ഞിട്ട് ഇവർ 3 മാസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ തിരിച്ച് അവർ രാജ്യത്തേക്ക് പോകും. ആ 2 കിളിയുടെ പേര് അവർക്ക് ഇവിടുത്തെ ആഫ്രിക്കർക്ക് മനസ്സിലായില്ല. അപ്പൊ 4 കിളി മിക്സ്. അതുപോലെ നമ്മുടെ വേറെ പ്രത്യേക രീതിയിലുള്ള നമ്മുടെ സ്റ്റേക്ക്
നമ്മളൊന്നും കളയാൻ പാടില്ല. നമ്മളാണെങ്കിൽ എല്ലാം ഉപയോഗിക്കണം എന്ന് പറയുന്നത്, എല്ലാം ഉപയോഗിക്കണം. ലിവർ തീർന്നു. പിടിച്ചുപറി ആകാശത്തേക്ക് വെടി വെച്ചേ. അതായത് മതവിളകിയ ആഫ്രിക്കൻ ആനനെ മെരുക്കിയ ബിനീഷ്. മതവിളകിയ, അതായത് നാട്ടിലെ പാപ്പാൻ ബിനീഷ്. തോട്ടിക്കിട്ട് പോലും വലിച്ചാൽ മെരുങ്ങാത്ത ആഫ്രിക്കൻ ആനനെ ഈ പുള്ളി ഉണ്ടോ ചൂണ്ടുവിരൽ നിർത്തി, എടാ നിക്കടാ ഒലോങ്കെ നിക്കടാ പറഞ്ഞു. ആഫ്രിക്കൻ ഒലോങ്കെ നിക്ക. കാരണം അവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഉണ്ടോ രാമനെന്നോ ലക്ഷ്മണെന്നോ വിളിച്ചാൽ നടക്കില്ല രാമൻകുട്ടിന്ന്. ഇവിടെ ആഫ്രിക്കയുടെ ആനയുടെ പേര് ഹെൻറി ഒലോങ്കോ എന്നാ, അറിയോ? ആഫ്രിക്കയിലെ ഭാഷ മാത്രം പുള്ളി ഒരു നിമിഷം വിളിച്ചു അൽപത്തുലു എന്ന് പറഞ്ഞുണ്ടോ. ആന അവിടെ നിന്നു. അയ്യോ കണ്ടോ എണ്ണയുണ്ടോ, വെറും കൈ കൊണ്ട് വാരുന്ന പൂനെയിലെ ഒരു ഹിന്ദിക്കാരൻ കഴിഞ്ഞാണ്ടോ, കൈ നോ സ്പൂൺ. അല്ല കണ്ടോ, കാട്ടുജീവി മാത്രം, കാട്ടുവാസികൾ. നിങ്ങൾ അറബിക് ഫുഡ്, നമ്മുടെ രാജ്യത്തെ നമ്മുടെ സാന്നിധ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് കഴിച്ചാലുണ്ടോ ആരെങ്കിലും നമ്മളെ തല്ലാൻ വന്നാലുണ്ടോ ഈ സാധനം വെച്ചോ ഒരു ഫത്തലു. അതാണ് അൽ ഫത്തലു. അല്ല രാജരാ, എന്നെ തല്ലാൻ വന്ന അവന്റെ ശവാടക. ഓ എന്നെ ടേസ്റ്റ് കളിയാ, ഇമ്പാല നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നാട്ടുകാർ ഒരുമിച്ച് വരുന്നു. നാട്ടുകാർ വരുമ്പോ എല്ലാം ഇമ്പോ അറബിക്. അതായത് ആഫ്രിക്കയിലെയും സൗത്ത് അമേരിക്കയിലെയും സൗത്ത് ആഫ്രിക്കയിലെയും സൗത്ത് അമേരിക്കയിലെയും കിളികളാണ്. 4 തരം രണ്ട് ദേശാടന പക്ഷി, 2 ലോക്കലി. ഒന്ന് ഫ്രം സൗത്ത് ആഫ്രിക്ക, 1 ഫ്രം ബോട്സ്വാന. അതായത് അതെ പച്ചമരുന്ന് എന്ന് പറയുന്നതാണ്. ഈ പച്ചമരുന്നുണ്ടോ ആഫ്രിക്കയിൽ ആൾക്കാരുണ്ടോ ഈ നമ്മുടെ വാദം, പിത്തം, കഫം, മൂത്രം എല്ലാ സാധനത്തിനും പറ്റിയ സാധനമാണത്. മാറിക്കേ രാജ്യത്തിന് കഴിച്ചൊരു അഭിപ്രായം പറ. ഇത്രയും വെടി വെച്ചിട്ടുള്ള ആള് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. ഇത് സൗത്ത് അമേരിക്കൻ. ഇത് സൗത്ത് അമേരിക്കൻ ആണെങ്കിൽ മറുപുറത്ത് ആഫ്രിക്കൻ. എങ്ങനെയുണ്ട്? ആ പല്ലിന്റെ പുറകെയൊക്കെ അറിയാലോ. സെറ്റാണോ? ടെൻഡർ ആൻഡ് സോഫ്റ്റ്. എങ്ങനെയുണ്ട്? ഓക്കെ, നല്ലതാണോ? അടേ ഇതാണ് നമ്മൾ കളി. അതായത് ഇന്ന് കേരളത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്താൽ കേരളത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധി വരെ മാറ്റം വരാം. ഞാൻ ഒത്തിരി ഉണ്ടോ വിദ്യാസമ്പന്നനോ ഒത്തിരി അറിവുള്ള ആളല്ല. നമ്മൾ കണ്ടു എങ്ങനെ വൈൽഡ് ലൈഫ് മാനേജ് ചെയ്യാം. പഠിച്ചു. പക്ഷെ എനിക്കുണ്ടോ, എനിക്കിന്ന് ചുമ്മാ നമ്മൾ സംസാരിച്ചൊരു കാര്യമല്ലേ, നമുക്ക് ഇതിനുവേണ്ടി ആധികാരികമായിട്ട് സംസാരിക്കണം. അതായത് വിദേശ ടൂറിസം എങ്ങനെയാണ് ടൂറിസം ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ സന്തോഷ് ജോർജ് കുളങ്കരയോട് നമ്മളിപ്പോൾ ചോദിക്കുന്ന പോലെ നമുക്ക് എങ്ങനെ കേരളം മാത്രമല്ല ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഹണ്ടിങ് എങ്ങനെ ഈ ആഫ്രിക്ക പോലത്തെ ഡെവലപ്ഡ് അല്ലാത്ത ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലും ഏഷ്യൻ കൺട്രിയിലും ചെയ്യുമ്പോൾ ഈ കേരളത്തിൽ ഇതിന് ഉത്തരം പറയാൻ, അതായത് ഇന്ന് ലോകം അറിയപ്പെടുന്ന കേരളത്തിലെ സൗത്ത് ആഫ്രിക്കയിലെ PH അതായത് പ്രൊഫഷണൽ ഹണ്ടർ എന്ന് പറയുന്ന ആള് സൗത്ത് ആഫ്രിക്കയിലെ ഒരു ഇന്ത്യൻ വംശജനാണ്. അത് നമ്മുടെ രാജേട്ടനാണ്. രാജേട്ടാ, നമുക്ക് ഇന്ത്യയിൽ ഈ ഹണ്ടിങ് എന്ന് പറയുന്ന സംഭവം പോസിബിൾ ആണോ രാജേട്ടാ? നമ്മളിത് പ്രൊഫഷണൽ രീതിയിൽ നടത്തണം. കാരണം നമുക്ക് ഹണ്ട് ചെയ്തിട്ട് പോപ്പുലേഷൻ കുറയാനും പാടില്ല, പക്ഷേ ഈ കൃഷി നശിക്കാനും പാടില്ല. അതോടൊപ്പം തന്നെ ഈ മൃഗത്തിനൊരു വാല്യൂ ഉണ്ടാവണം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പട്ടിക്കോ പശുവിനോ ആനയ്ക്കോ ഇതിനൊന്നും വാല്യൂ ഇല്ല, എല്ലാം ചത്തുപോവാണ്. ഒരു ഏജ് കഴിയുമ്പോൾ ഒന്നിലെ നാട്ടിലേക്ക് ഇറങ്ങും, കൃഷിക്കാരെ കൃഷി നശിപ്പിക്കും, ആൾക്കാരെ കൊല്ലും. അപ്പൊ ഇതിനൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ പൈസയും കൊണ്ട് നമ്മുടെ നാട്ടിൽ ഫെൻസ് ചെയ്യാനും
കൃഷിക്കാർക്ക് നഷ്ടം കൊടുക്കാനൊക്കെ പറ്റും. അതെ. ഇവിടെ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ അരിക്കൊമ്പനെ പിടിക്കാനായിട്ട് ഏകദേശം 1-2 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇവൻ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും. രാജേട്ടന് ഈ വനമേഖലയുടെ ഒരു മന്ത്രി അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലാവണ്ട, അവരൊരു PA എങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ സെക്രട്ടറി ആയി നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ വനവകുപ്പിന് ഞാനൊരു ഇത് ഫുൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെ. വനമന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ പറ്റിയിട്ട് നോ ഐഡിയ. എൻ്റെ സെക്രട്ടറിക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കാം. ഏകദേശം 1.5 കൊല്ലമായിട്ടുണ്ട്. ഇന്നേ വരെ ഒരു റിപ്ലൈ എനിക്ക് വന്നു. അവർ ആ എടുത്തിട്ട് മാറ്റി. എൻ്റെ ചോദ്യം, അതായത് ഒന്ന് മറിച്ചേ രാജേട്ടാ, ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ ഇവിടെ UK നിന്ന് ആൾക്കാർ വന്നു, അതുപോലെ ഖത്തറിൽ നിന്ന് ആൾക്കാർ വന്നു, ന്യൂസിലൻഡിൽ നിന്ന് ആൾക്കാർ വന്നു, ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ വന്നു. ഈ ഞങ്ങളുടെ ചെറിയ ഗ്രൂപ്പിൽ നിന്ന് തന്നെ, അതായത് ചെറിയൊരു 10-15 പേരുടെ ഗ്രൂപ്പിൽ നിന്ന് എത്ര ഡോളർ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റ് കിട്ടി? ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടാക്സ് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഫോറിൻ മണിയെ വന്നെ അതിന്റെ ഇത്ര പെർസെന്റേജ് ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ പിടിക്കും. ഗവൺമെന്റ് ഇയർലി നമ്മൾ ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ 15 പേരായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരുടെ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ക്രൂസർ ഇതൊക്കെയാണ്, നമുക്ക് 5 സീറ്റർ വണ്ടികളായിരുന്നു. അതിൽ ബാക്കിലിരുത്തി നമുക്ക് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇവരൊരു വണ്ടി പർച്ചേസ് ചെയ്ത് ഹയർ ചെയ്യാണ്. ആ ഹയർ ചെയ്യുമ്പോൾ തന്നെ ഗവൺമെന്റ് അതിൻ്റെ ഒരു പൈസ കിട്ടുന്നുണ്ട്, അതിൻ്റെ ടാക്സ് കിട്ടുന്നുണ്ട്. എത്ര ആൾക്കാർ പിന്നെ നമ്മൾ ഇത് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാർ, ഡ്രസ്സ് ആൾക്കാരായിട്ട് 2 പേര്, കിച്ചണിലെ ഫുഡ് ഉണ്ടാക്കാൻ ആൾക്കാർ, പിന്നെ നമ്മൾ ട്രാക്ക് ചെയ്യാനായിട്ട് ഇവിടുത്തെ വഴി അറിയുന്ന ആൾക്കാർ വേണം. അപ്പൊ ഇവിടുത്തെ ലോക്കൽസിനൊക്കെ ജോലി കിട്ടുന്നത്. പിന്നെ ഇതിന്റെ മീറ്റും ഈ കിട്ടുന്ന വലിയ മുറികളുടെ മീറ്റ് എല്ലാം നമ്മൾ ഈ ലോക്കൽസിന് ഫ്രീ ആയിട്ട് കൊടുക്കണം. ഒന്നില്ലെങ്കിൽ പാവപ്പെട്ട അല്ലെങ്കിൽ സ്കൂളുകളിൽ കൊണ്ടുപോയിട്ട് അവർക്ക് 2 കിലോ ഇപ്പോൾ ആനയൊക്കെ കിട്ടുകയാണെങ്കിൽ അവർക്ക് കൊടുക്കും, ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ കൊടുക്കും. ഏത് മൃഗത്തിനും വാല്യൂ കൂടുതലും അപ്പം തന്നെ ആൾക്കാർ അതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച്, അപ്പോൾ ഒരിക്കലും പോപ്പുലേഷൻ താഴോട്ട് പോകില്ല. അപ്പോൾ അതെല്ലാം വെൽ മാനേജ്ഡ്. അതല്ല, ഇപ്പം മുന്നോട്ടുള്ള കാലഘട്ടത്തിലുണ്ടോ ആൾക്കാരെല്ലാവരും ഉണ്ടോ പൈസ നമ്മുടെ ജീവിതത്തിൽ? ഇപ്പം ഞാനൊന്ന് ഹണ്ടിങ്ങിന് വന്നു, സൗത്ത് ആഫ്രിക്ക വന്നു, ഇപ്പോൾ രാജേഷനായാലും ജോസ്മോനായാലും അതൊക്കെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ നമുക്കൊരു ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞു, ഇത് കേരളത്തിൽ നമുക്ക് വനമേഖല വയനാട്ടിലുണ്ട്, ഇടുക്കിയിലുണ്ട്, പിന്നെ വേറെ ഏതൊക്കെ ജില്ലയുണ്ട്? നമ്മുടെ നോർത്ത് ഈസ്റ്റില് ആസാം, ഇതെല്ലാം ഇതുണ്ട്. പിന്നെ ഗുജറാത്തിലാണെങ്കിൽ ലയന്റെ ശല്യം, നോർത്ത് ഇന്ത്യയിൽ പുലിയുടെ ശല്യം. പക്ഷെ ഇപ്പൊ ഒരു പുതിയ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ മാസം ഇറങ്ങിയായിരുന്നു നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർമാരാണ് ഇത് തീരുമാനിക്കുന്നത്. സ്റ്റേറ്റിന് ഇതിന്റെ വനം ഇവരുടെ കയ്യിലല്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞത് ഷെഡ്യൂൾ 2 പെട്ട ഏത് മൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങി. ഷെഡ്യൂൾ 2 ആന, സിംഹം, പുലി, ഇതെല്ലാം വന്നെ കാട്ടുപോത്ത്. അതിന് വെടിവെക്കാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. പാർലമെന്റിൽ ഉടനെ അത് അവതരിപ്പിക്കും. Well, maybe it was fate or a part of his plan. Giving me you was like giving me another chance. Thank God that you said hi, 'cause I was way too shy. What would have happened if you just had passed me by the night we keep on dreaming. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു 4 ദിവസം നീണ്ടുനിന്ന ഹണ്ടിങ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത് കുറച്ച് നല്ല സുഹൃത്തുക്കളും അതോടൊപ്പം നല്ല കുറച്ച് ഓർമ്മകളും എല്ലാം ഒക്കെ ആയിട്ട് നല്ല സംഭവം ബഹുലമായിരുന്നു. നല്ല പോലെ കേട്ടോ. അതോടൊപ്പം നമ്മൾ വെടിവെച്ച് നമ്മുടെ ഇംബാലയുടെ ബാക്ക് സ്ട്രാപ്പ് വെച്ച് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഈ ദിവസങ്ങളും നമുക്ക് ഓരോ നല്ല സുഹൃത്തുക്കളെ കിട്ടി, പിന്നെ പുതിയ അറിവുകൾ. ഇംഗ്ലണ്ടിൽ നിന്നായിക്കോട്ടെ, ഗൾഫിൽ നിന്നായിക്കോട്ടെ, ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ, പിന്നെ അതുകൂടാതെ ബാക്കി നമ്മുടെ ഈ കുറച്ച് മീറ്റ് നമ്മൾ കഴിച്ചെങ്കിലും ബാക്കിയുള്ള നമ്മുടെ 4 കാലും 4 കൈയും വിരളും വാലൊക്കെ നമ്മൾ ട്രൈബൽ കോളനി കൊടുക്കുകയാണ്. അവർക്ക് കൊടുക്കണം. അവരും കുറച്ച് പോഷകരമായ ആഹാരം കഴിക്കട്ടെ. അതെ കേട്ടെ, അവർ കഴിക്കട്ടെ. അപ്പം നമ്മുടെ തനതായ രീതിയിൽ, കേരള രീതിയിൽ ഒരു നല്ലൊരു ഇംബാല ബിരിയാണിയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ കുക്ക് ചെയ്യുന്ന ഫുഡ് നമ്മളും കഴിക്കുന്നു. അതുകൊണ്ട് ഗീവ് ആൻഡ് ടേക്ക് പോളിസി. അപ്പം ഇതുപോലുള്ള ഹണ്ടിങ്ങുകൾ നിങ്ങൾക്ക് ചെയ്യാനും അനുഭവിക്കാനും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. വിവരങ്ങൾ നമ്മൾ അടി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു. നാളെ ട്രൈബ്സിൻ്റെ കൂടെ കാണാം കേട്ടോ. അപ്പം കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ പറഞ്ഞേ. ഗുഡ് ബൈ.